പിൽക്കാലത്ത് മുൻകാലത്ത് എഴുതി വെച്ചത് ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ എന്ത് പ്രശ്നമാണ്? തിരുത്തുന്നതിൽ എന്താണ്? ഇതല്ലേ സത്യം. ഇവിടെ ബുഖാരി പറഞ്ഞത് തന്നെ ശരിയാക്കുക എന്നതല്ലല്ലോ. ബുഖാരിയൊക്കെ നോക്കി പഠിക്കുന്ന ഒരു വിഷയം അക്കാലത്തില്ല. അതുകൊണ്ട് അതങ്ങനെ എടുത്തെഴുതിയിട്ടുണ്ടാകും. അല്ലാത്ത കാര്യത്തിലൊന്നും ബുഖാരിക്ക് പേച്ചും ഇതൊക്കെ അബദ്ധാണ്. ഇവരൊന്നും അമ്പിയാക്കളല്ല, സ്വാഭാവികമായും സംഭവിക്കും. അപകടകരമായ ഒരു യാഥാർത്ഥ്യം എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. റഹ്മത്തുള്ള ഖാസിമി മുത്തേടം ഇദ്ദേഹം അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പേരിൽ ഹദീസ് നിഷേധം വിളമ്പുകയാണ്. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി പച്ചയായി ചോദ്യം ചെയ്തുകൊണ്ട് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. വിശുദ്ധ ഖുർആനിന് ശേഷം സർവശ്രേഷ്ഠ ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു നിവേദനം നിഷേധിക്കുക എന്നുള്ളത് പച്ചയായ ഹദീസ് നിഷേധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെതിരെയുള്ള കടന്നാക്രമണമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പ്രായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വിവാഹം നടക്കുമ്പോൾ 6 വയസ്സായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 9-ാം വയസ്സിൽ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു എന്നുള്ളതും സത്യമാണ്. കാലങ്ങളായി മുസ്ലിം പണ്ഡിതന്മാരെല്ലാവരും ഐക്യകണ്ഠേന അംഗീകരിച്ചു വന്ന യാഥാർത്ഥ്യ സത്യത്തിനെതിരെ ഇന്ന് റഹ്മത്തുള്ള ഖാസിമിയുടെ കപട നിരീക്ഷണം കടന്നു വന്നിരിക്കുകയാണ്. ഞാൻ ഒരാളെയും വ്യക്തിവിരോധമായി പറയുകയല്ല. പക്ഷെ സ്വഹീഹുൽ ബുഖാരിക്കെതിരെ സുന്നി പേരിൽ കടന്നാക്രമണം നടത്തുമ്പോൾ അതിനെ നഖശികാന്തം എതിർക്കേണ്ടത് ഓരോ സുന്നിയുടെയും ഉത്തരവാദിത്വമാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന നിവേദനം മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഹിശാം ഇബ്നു ഉർവ എന്നവരിൽ നിന്ന് അദ്ദേഹത്തിന്റെ പിതാവിൻ വഴിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, അതിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ സ്വയം പറയുന്നുണ്ട്, തസവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന ഇബ്നതു സിത്തിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ വിവാഹം ചെയ്തത് എന്റെ 6-ാം വയസ്സിലാണ്, മക്കയിൽ വെച്ചുകൊണ്ട്. വദഖല ബിഹി, ഞാനുമായി വിവാഹബന്ധം ആരംഭിച്ചത് എന്റെ 9-ാം വയസ്സിൽ മദീനയിൽ വെച്ചുകൊണ്ടാണെന്ന് കൃത്യമായി ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ തന്റെ സ്വയം ആത്മകഥ നിർവഹിക്കുന്നു. നിങ്ങൾ നോക്കുക, ഈ വാക്ക് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് കേൾക്കുന്നതാര്? ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആണ്. ആരാണ് ഉർവത്ത് ഇബ്നു സുബൈർ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി പുത്രൻ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി പുത്രൻ നേരിട്ട് ഈ ഹദീസ് ആയിഷ ബിബിയിൽ നിന്ന് കേൾക്കുന്നു. ഉർവത്ത് ഇബ്നു സുബൈറിൽ നിന്ന് മറ്റാരെങ്കിലുമാണോ ഈ ഹദീസ് കേൾക്കുന്നത്? അല്ല, ഹിശാം ഇബ്നു ഉർവയാണ്, ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ. അങ്ങനെ കുടുംബക്കാർ കൃത്യമായി ആയിഷ റളിയല്ലാഹു അൻഹ വളരെ വ്യക്തമായി തന്നെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ റഹ്മത്തുള്ള ഖാസിമി പറയുന്നു, ആയിഷ ബീവിക്ക് 6 ആയിരുന്നില്ല 18 ആയിരുന്നു പ്രായമെന്ന്. ആയിഷ ബീവി അല്ലേ തന്റെ പ്രായത്തെ വിവരിക്കേണ്ടത്? മാത്രവുമല്ല, ഇതിന് ഒന്നാമത്തെ മറുപടി പറയാനുള്ളത് ആയിഷ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്നത് ഹിജ്റ 57-ലാണ്. ഹിജ്റ 57-ലാണ്, 63-ാം വയസ്സിൽ. 63-ാം വയസ്സിൽ ആയിഷ റളിയല്ലാഹു അൻഹ വിട പറയുമ്പോൾ ആയിഷ ബീവിയുടെ പ്രായം അതുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ 6 വയസ്സ്, 6-ാം വയസ്സിലാണ് യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹധർമ്മിണിയായി എത്തുന്നത്. ഇത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഈ ഹദീസിന്റെ സനദ് ഇവനെ പോലത്തെ റഹ്മത്തുള്ള ഖാസിമിയെ പോലത്തെ ആളുകൾ പറയുന്നത് ഹിശാം ഇബ്നു ഉർവ പ്രായാധിക്യം കൊണ്ട് അദ്ദേഹത്തിന് മറന്നുപോയതാണ്, അദ്ദേഹത്തിന് റിവായത്തുകൾ മറന്നുപോയി എന്ന്. ഇത് ഏതെങ്കിലും ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ലേഖനം കോപ്പി അടിച്ചുകൊണ്ടാണ് ഈ റഹ്മത്തുള്ള ഖാസിമി ഇത് പറയുന്നത്. ഇതേപോലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ വെബുകളിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ചില ഹദീസ് നിരൂപകന്മാർ അവർ പറയുന്നുണ്ട്, ഹിശാം ഇബ്നു ഉർവ റളിയല്ലാഹു തആല അൻഹു ഇറാഖിലേക്ക് പാലായനം ചെയ്തതിനു ശേഷമുള്ള ഹദീസുകൾ അദ്ദേഹത്തിന്റെ പ്രായാധിക്യം കൊണ്ട് സംശയാസ്പദമാണ്, ആ നിവേദനങ്ങൾ സംശയാസ്പദമാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. ആരും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഉദ്ധരിച്ച ഈ ഉദ്ധരണി സംശയാസ്പദമാണ് എന്ന് ഇന്നുവരെ ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞിട്ടില്ല. മറിച്ച് മാത്രമല്ല, ഇനി ഇത് നാം അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ ഇതേ ഹിശാം ഇബ്നു ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ മദീനക്കാരായ ശിഷ്യന്മാർ, മദീനക്കാരായ അബു സിനാദ്, അബ്ദുല്ലാഹ് ഇബ്നു സക്വാൻ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാന്മാരായ ശിഷ്യന്മാർ,
അതേപോലെ അബ്ദുറഹ്മാൻ ഇബ്നു അബിസിനാർ, അതുപോലെ തന്നെ മക്കക്കാരായ ശിഷ്യൻ സുഫിയാൻ ഇബ്നു ഉയൈന. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അലൈഹി ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ആ ഹദീസിന്റെ സനദിൽ ആരുണ്ട്? സുഫിയാൻ ഇബ്നു ഉയൈനയുണ്ട്. സുഫിയാൻ ഇബ്നു ഉയൈന ഹദീസ് കേൾക്കുന്നത് മക്കയിൽ വെച്ചുകൊണ്ടാണ്, ഇതേ ഹിശാം ഇബ്നു ഉർവ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. അപ്പൊ മദീനക്കാരും മക്കക്കാരുമായ അതേപോലെ ബസർക്കാരായ ഹമ്മാദ് ഇബ്നു സലമയെ പോലെയുള്ള ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഇതേ ഹിശാം ഇബ്നു ഉർവയിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ റഹ്മത്തുള്ളാഹി ഖാസിമി മറുപടി പറയണം, ഹിശാം ഇബ്നു ഉർവ റളിയല്ലാഹു തആല അൻഹു മക്കയിലും ഓർമ്മ കുറവുള്ള ആളായിരുന്നോ? ആയിരുന്നില്ല. മറിച്ച് കൂഫക്കാരും ഇറാഖുകാരുമായ തന്റെ ശിഷ്യന്മാർ ഉദ്ധരിക്കുന്നതും മക്കക്കാരും മദീനക്കാരുമായ ശിഷ്യന്മാർ ഹിശാം ഇബ്നു ഉർവയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. അതേ യഥാർത്ഥത്തിൽ ഹിശാം ഇബ്നു ഉർവയുടെ ഓർമ്മശക്തിക്കുള്ള തെളിവാണ് ഈ ഹദീസ്. അദ്ദേഹം ഇറാഖിൽ പോയപ്പോഴും അദ്ദേഹം മക്കയിൽ ഉണ്ടായപ്പോഴും ഒരേ രൂപത്തിലാണ് ഹദീസിന്റെ നിവേദനങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ നോക്ക്, ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് കേവലം ഇമാം ബുഖാരി മാത്രമല്ല, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്, അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം നസായി ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഖുസൈമ തുടങ്ങിയ നിരവധി പണ്ഡിതന്മാർ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. എല്ലാവരും ഉദ്ധരിക്കുന്നിടത്ത് ഹിശാമിനെ കാണാം. ഹിശാമിൽ നിന്ന് അനവധി പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ, ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട വലിയ വലിയ മഹാന്മാർ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അവരാരും കാണാത്ത ഒരു നിരീക്ഷണം റഹ്മത്തുള്ളാഹി ഖാസിമി മാത്രം കാണുക എന്നുള്ളത് പച്ചയായ പുത്തൻവാദമാണ്. ഇത് പറയാൻ ആരും മടിക്കരുത്. പച്ചയായ പുത്തൻവാദമാണ്. ഉത്തമ നൂറ്റാണ്ടിലെ മഹാന്മാരെ മേൽ കടന്നുകയറ്റം തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മാത്രമല്ല ചോദ്യം ചെയ്യുന്നത്. ഈ വിരൽ ചൂണ്ടുന്നത് സർവ്വ ഇമാമിങ്ങളിലേക്കും സർവ്വ മുഹദ്ദിസുകളിലേക്കും സർവ്വ ഹദീസ് പണ്ഡിതന്മാരിലേക്കുമാണ്. ഇതാണ് ഈ ഹദീസിന്റെ സനദ്, വളരെ കൃത്യമാണ്. ഇനി ഈ ഹദീസിന്റെ മത്തിനിലേക്ക് കടന്നു വരികയാണെങ്കിൽ, ഇവരൊക്കെ ഈ ഖാസിമിയെ പോലത്തെ ചില ആളുകൾ പറഞ്ഞു വരുന്ന ഒരു സംഭവം എന്താണ്? ഇവിടെ ഒരു ചരിത്ര വസ്തുത ശരിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയേക്കാളും അസ്മാ ബീവിക്ക് പ്രായം കൂടുതലാണ് എന്നുള്ളത് സത്യമാണ്. അത് കൃത്യമായി 10 വർഷം തന്നെയാണ് എന്ന് എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അത് ഖണ്ഡിതമായ റിവായത്തുകളല്ല. അൽ ഹാഫിള് ദഹബി സീറു അഅലാമിൻ നുബലയിൽ 2-ാം വാള്യത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്ന വാക്കുണ്ട്, വഹിയ അസന്നു മിൻ ആയിഷത ബിളഅ അശറ സന. 10 ചില്ലാനം കൊല്ലങ്ങളാൽ ആയിഷ റളിയല്ലാഹു അൻഹയേക്കാളും ആർക്ക് പ്രായമുണ്ടായിരുന്നു? അസ്മാ ബീവിക്ക് പ്രായമുണ്ടായിരുന്നു. ചില്ലാനം. എന്താണ് ഈ ചില്ലാനത്തിന്റെ കണക്ക്? അത് അൽ ഹാഫിള് ഇബ്നു ഹജർ അൽ അസ്ഖലാനി, അൽ ഹാഫിളു ദുനിയ, അവിടുത്തെ അൽ ഇസാബ ഫി തംയീസ് സ്വഹാബ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അന്നഹാ വലദത് ബഅദ മബ്അസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി4 സിനീൻ ഔ ബി4 ഔ 5 സിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയുക്തിക്ക്, നുബുവത്തിന് 4-5 വർഷത്തിന് ശേഷമാണ് ആരുടെ ജനനമുണ്ടായത്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജനനമുണ്ടായത്. അതിനോട് ഈ റിവായത്തിനോട് അബൂ നുഐമിന്റെ മുഅ്ജമുസ് സ്വഹാബയിൽ പറഞ്ഞ വാക്കും കൂട്ടിച്ചേർക്കുക. അബൂ നുഐം പറയുന്നുണ്ട്, മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്നുണ്ട്, അന്നഹാ വലദത്, അസ്മാ റളിയല്ലാഹു തആല അൻഹ ജനിക്കുന്നത് ഖബല മബ്അത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി10 സിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നതിനും 10 കൊല്ലം മുമ്പാണ് എന്നാണ്, അല്ലാതെ 27 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് 10 കൊല്ലം മുമ്പേ ആര് ജനിച്ചിട്ടുള്ളൂ? അസ്മാ റളിയല്ലാഹു അൻഹ ജനിച്ചിട്ടുള്ളൂ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുമ്പോൾ അസ്മാ ബീവിക്ക് പ്രായം 10, ഹിജ്റ പോകുമ്പോൾ 19, അസ്മാ ബീവിക്ക് പ്രായം 19. ആയിഷ റളിയല്ലാഹു അൻഹ ജനിച്ചത് നുബുവത്തിന് 4 കൊല്ലത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ 5 കൊല്ലത്തിന് ശേഷമാണ്. അതിലേക്ക് കൂട്ടി നോക്കിയാൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുമ്പോൾ ഇവര് പറയുന്നത് പോലെ 18 ആകുന്നില്ല. അപ്പൊ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അതിൻ്റെതായ കൃത്യമായ വശങ്ങളിലൂടെ ഉദ്ധരിക്കുകയുള്ളൂ. ചരിത്ര വിരുദ്ധമായ ഒരു വാക്ക് പോലും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസിൽ ഇല്ല. പിന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. സിദ്ദീഖ് തങ്ങൾ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എന്റെ മക്കളെല്ലാം ജനിച്ചത് നുബുവത്തിന് മുമ്പാണ്. ഇത് ഖണ്ഡിതമായ റിവായത്തല്ല.
ഇത് ഇമാം തബരിയുടെ താരീഖു തബരിയിലാണ് പറഞ്ഞിട്ടുള്ളത്. താരീഖു തബരിയുടെ തുടക്കം നിങ്ങൾ നോക്കുക. ഇമാം തബരി പറയുന്നില്ല ഇതൊക്കെ എന്റെ നിലപാടാണെന്ന് ഇമാം തബരി എവിടെയും പറയുന്നില്ല. പിന്നെ റഹ്മത്തുള്ളാ ഖാസിമി ഇമാം നവവിയുടെ പേരിൽ ഒരു കളവ് പറയുന്നു. നവവി ഇമാമും ഈ നിരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്ന്. ഇമാം നവവി ഒരിക്കലും ഈ നിരീക്ഷണം നടത്തിയിട്ടില്ല. മറിച്ച് ഇമാം നവവിയും പല ഗ്രന്ഥങ്ങളിലും 9-ാം വയസ്സും 6-ാം വയസ്സുമാണ് പറഞ്ഞു കാണുന്നത്. ഇതിങ്ങനെ കളവുകളുടെ ഒരു മാലപ്പടക്കം ഇദ്ദേഹം വലിയ നിരീക്ഷകനായി പറയുന്നുണ്ട്. ഇതെല്ലാം അപകടകരമാണ്. സുന്നി എന്ന പേരിൽ ഹദീസ് നിഷേധം വിളമ്പുമ്പോൾ രണ്ടാം സലാം സുല്ലമിയാണോ കടന്നു വരുന്നത് എന്ന് നാം അനുമാനിക്കേണ്ടതുണ്ട്. ഹദീസുകൾ മുൻഗാമികൾ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കണം. നിങ്ങൾ വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫുഖഹാ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മുതൽ ഇന്ന് വരെ വരുന്ന എല്ലാ പണ്ഡിതന്മാരും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈദിന്റെയും നിഫാസിന്റെയും മസ്അലകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ ഫുഖഹാ മാത്രമല്ല 4 മദ്ഹബിലെ പണ്ഡിതന്മാരും അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നത്. ഇന്നൊരുത്തൻ വന്നുകൊണ്ട് ഇതെല്ലാം നിഷേധിക്കുമ്പോൾ നാം അദ്ദേഹത്തെക്കുറിച്ച് അവനെക്കുറിച്ച് പറയേണ്ടത് മുബ്തദി ആണ്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ദായിറയിൽ നിന്ന് പുറത്തുപോയവനാണ് എന്ന് തന്നെയാണ്. വഹാബികളെ എത്ര എതിർക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ടില്ല. വഹാബിസത്തെ എതിർത്തത് കൊണ്ട് മാത്രം ഒരാൾ സുന്നിയാവുകയില്ല. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുമ്പോൾ മാത്രമേ ഒരാൾ സുന്നിയാകുന്നുള്ളൂ. ഇമാം ബുഖാരിയെ മാത്രമല്ലല്ലോ ചോദ്യം ചെയ്യുന്നത്. ഇമാം ബുഖാരി അടക്കമുള്ള എത്രയോ ഹദീസ് പണ്ഡിതന്മാരെ ചോദ്യം ചെയ്തുകൊണ്ടല്ലേ ഈ വാക്ക് വരുന്നത്. ഇതിനെതിരെ അതിശക്തമായി പ്രതിഷേധങ്ങൾ ഉയരേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.